മനുഷ്യൻ, അങ്ങനെ ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പോൾ അയാൾ ഇവിടെ നിന്നുകൊണ്ട് പ്രസംഗിക്കുവാണ്. വിട്ടിത്തമാണ് അയാൾ പറഞ്ഞെങ്കിൽ നമുക്ക് ഉത്തരം പറയാനൊരു ചോദ്യമായി. ഞാൻ 10-35 വർഷമായി ഇതിൻ്റെ പുറകെ നടക്കണം. ഞാൻ യേശുക്രിസ്തുവിനെ കണ്ടിട്ടില്ല. ഞാൻ ബന്ധക്കുസ്തക്കാരുടെ കൂടെ പോയി, ഞാൻ പലരുടെ കൂടെ പോയി, ആർക്കും ഒരു ഉത്തരം തരാൻ പറ്റിയിട്ടില്ല എന്ന്. യേശുക്രിസ്തു ജീവനോടെ വന്ന് ആരുടെയെങ്കിലും മുമ്പിൽ നിന്നതായിട്ടറിയാവോ? നമ്മുടെ ഫ്രാൻസിസ് അസീസിയും ഫ്രാൻസിസ് സേവ്യറും അൽഫോൻസാമയും പിന്നെ കത്തോലിക്ക സഭയുടെ വിശുദ്ധരെ നമ്മൾ അംഗീകരിക്കുന്നില്ലല്ലോ. കത്തോലിക്ക സഭ തന്നെ ഒരുപാട് കുറവുള്ളതായതുകൊണ്ട് അവർ വിശുദ്ധരായിട്ട് വാഴിച്ചവരെ. എൻ്റെ മുമ്പിൽ യേശുക്രിസ്തു ജീവനോടെ വന്നിട്ടില്ല. പക്ഷേ വാക്കുകളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മളിങ്ങനെ കൊണ്ട് നടക്കുമ്പം അതിൻ്റെ ഇടയ്ക്ക് മനുഷ്യരുടെ വാക്കുകളും മനുഷ്യരുടെ പുറകെയും പോയാൽ അത് വർക്കൗട്ട് ആകണമെന്നില്ല. ഇത് എക്സർസൈസ് പോലെ മാനസികമായിട്ട് വളരെ വർഷങ്ങളുടെ പരിശീലനം. ഒരിക്കലും ഇത് നമ്മൾ വേറൊരാളിൽ ആപ്ലിക്കബിൾ ചെയ്യാൻ പോയാൽ പണി മേടിക്കും. അതിന് നിയോഗിക്കപ്പെട്ടവരുണ്ട്. അല്ലെങ്കിൽ പലരിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ കുടുംബത്തിൽ ചെയ്ത് അല്ലെ ചെറിയ ചെറിയ ആളുകളിൽ ചെയ്തിട്ട് അത് ഫലിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് ആപ്ലിക്കബിൾ ആക്കാവുള്ളൂ. കാര്യം ഇത് ഡോക്ടേഴ്സ് ആ രോഗം ഇതുകൊണ്ടെന്ന് പറയുമ്പോൾ രോഗശാന്തി എന്ന് പറയുന്നതും പ്രെയർ നടക്കുന്നിടത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അതൊരു നെഗറ്റീവിന് എന്തൊക്കെയോ നമ്മൾ പറഞ്ഞ് നമുക്കത് ഉപബോധ മനസ്സിൽ ശക്തിയുണ്ട്, കമാൻഡ് കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ചിലപ്പോൾ രോഗം, തകർച്ച, ദുസ്വഭാവങ്ങൾ വിട്ടുപോകും. പിന്നെ അവരെ തന്നെ ബോധവൽക്കരിച്ച് അവർ മനസ്സിൽ നിന്ന് മാറ്റം വരുത്തുമ്പോൾ അവരുടെ മദ്യപാനമോ വ്യഭിചാരമോ ചീത്ത കൂട്ടുകെട്ടോ അല്ലെ പഠന തടസ്സങ്ങളോ വിദേശത്ത് പോകാനുള്ള തടസ്സം എന്ന് പറയുന്നതാണല്ലോ ബ്ലോക്ക്. അത് നമ്മൾ തന്നെ ഒരുപാട് നാൾ നല്ല നല്ല പോസിറ്റീവ് തിങ്കിങ് കൊണ്ട് നടന്നു കഴിയുമ്പം നമുക്ക് നോർമലായിട്ട് കിട്ടും. അത് സാധാരണക്കാർ ചെയ്യാവുന്ന ഒരു. രണ്ടാമത്തത് കഴിവുള്ളവരുടെ പുറകെ പോയി അവരുടെ മണിക്കൂർ കണക്കിനുള്ള പ്രസംഗം കേട്ട് അവിടെ കുത്തിയിരുന്ന് മേടിച്ചെടുക്കുന്ന രണ്ടാമത്തെ രീതിയുണ്ട്. എത്ര ആൾ നമ്മളങ്ങനെ പോകാൻ പറ്റാത്ത, പിന്നെ ഇതൊന്നും പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത പ്രാഞ്ചെന്ന അമ്മച്ചിമാരുണ്ട്, അവരൊക്കെ പൊക്കോട്ടെ. പക്ഷെ ചെറുപ്പക്കാർ സ്വയം വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യുക, വേണ്ടവർ മാത്രം. ഇതൊന്നുമില്ല. ഞാൻ രണ്ടും കൂടി ചേർത്ത് പറയാമായിരുന്നു. ഇവിടെ പല പിള്ളേരോട് നമ്മളിപ്പോൾ സംസാരിക്കും. ഇവിടുത്തെ നോ ക്രേതോ എന്നാണ് പറയുന്നത്. അവർ വിശ്വസിക്കുന്നില്ലെന്നാണ് പറഞ്ഞു. അവർ വിശ്വസിക്കുന്നില്ല, അവർക്ക് കുഴപ്പമില്ല, അവരിതൊന്നും കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. നമ്മൾ അറിഞ്ഞോ അറിയാതെ അവിടെ നിന്ന് ഇവിടെ നിന്നുമൊക്കെ വേദപാഠത്തിന് പോയും അല്ലെങ്കിൽ ടി വി കൂടി കണ്ടും 3-4 മതത്തിൻ്റെ കൾച്ചറും ഒക്കെ കണ്ട് നമ്മുടെ ബ്രെയിൻ കുറേ അങ്ങനെ സെറ്റായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ ആ രീതിയിൽ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇനി ഒന്നും വിശ്വസിക്കാത്തവർക്ക് ഇത് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കണമുണ്ടോ ഗുണം ഉണ്ടാക്കണമെന്നുണ്ടോ അങ്ങനെയുള്ള കുറേ പേരെ എടുത്ത് സ്റ്റഡി ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ മനുഷ്യൻ പറയാം, ഞാൻ യേശുക്രിസ്തുവിനെ കഴുത്തെ ഇപ്പോഴും വലിയ കുരിശ് കിട്ടും. അപ്പം ഞാൻ ആരെങ്കിലും നേരിട്ട് ഈ കാലഘട്ടത്തിൽ കാണണമെങ്കിൽ അത്